സമാധി എന്നത് സർവവ്യാപിയായ ബോധമാണെങ്കിൽ എന്തിനാണ് നാം ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്? ഊർജത്തിൻ്റെ ഗതി മാറ്റാനും ഉള്ളിലെ അദൃശ്യമായ തടസ്സങ്ങൾ നീക്കി സമാധിയിലേക്ക് ഉണരാനുള്ള ചില നിഗൂഢമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെയാണ് ഇന്ന് നാം സഞ്ചരിക്കുന്നത്. എന്താണ് ഈ കേന്ദ്രീകൃതമാകൽ എന്ന് ചോദിച്ചാൽ അത് ലക്ഷ്യമല്ല, മറിച്ച് നമ്മെ തന്നെ തകർക്കാനുള്ള ഒരു പാതയാണ്. ചിതറിക്കിടക്കുന്ന ഊർജത്തെ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ആ ആത്മീയ അണുവിസ്ഫോടനത്തെക്കുറിച്ച്, നാഭി കേന്ദ്രത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്, യഥാർത്ഥമായ സ്നേഹത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ധ്യാനത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ അന്വേഷിക്കില്ല. എന്നാൽ നമ്മുടെ സ്നേഹം വെറുമൊരു വികാരമാണെങ്കിൽ അത് ധ്യാനത്തിലേക്കുള്ള വാതിലാകുമോ? സ്നേഹം എങ്ങനെ സമാധിയായി രൂപാന്തരപ്പെടുന്നു എന്നും രതി എങ്ങനെ ധ്യാനമായി മാറുന്നു എന്നും തന്ത്രയുടെ വഴിയിലൂടെ നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ സ്പർശബോധത്തെ എവിടെയാണ് നമുക്ക് നഷ്ടമായത്? അതിജീവനത്തിനായി കുട്ടിക്കാലത്തേക്ക് നാം അണിഞ്ഞ ആ രക്ഷാകവചങ്ങളെ തകർക്കാതെ പ്രപഞ്ചബോധത്തിലേക്ക് ഉണരാൻ നമുക്കൊരിക്കലും കഴിയില്ല. ആ മരവിപ്പുകളെ ഒരുക്കി തീർത്ത് എങ്ങനെ വീണ്ടും നമുക്ക് സചേതനാകാം? പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധത്തിൻ്റെ ഈ വിശുദ്ധ സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 112 വിദ്യകളുടെയും ആധാരശിലയായ കേന്ദ്രീകൃതമാകൽ അഥവാ സെൻറ്ററിങ് എന്ന ആശയത്തെക്കുറിച്ചാണ്. അതുപോലെ നമ്മുടെയെല്ലാം ഊർജം ഇപ്പോൾ പലയിടത്തായി ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 100 ദിശകളിലേക്കൊഴുകുന്ന ഒരു പുഴയെപ്പോലെ നാം ശൂന്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഊർജത്തെ എങ്ങനെ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരാം നമുക്ക്? ആ ബിന്ദു എങ്ങനെയാണ് ഒരു ആത്മീയ സ്ഫോടനമായി മാറുന്നത്? സമാധി എന്നത് ഒരു ലക്ഷ്യമാണോ അതോ ഒരു സംഭവിക്കലാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെയും നമ്മൾ ഇന്ന് സഞ്ചരിക്കും. അതുപോലെ ഏറ്റവും പ്രധാനമെന്നത് ശിവൻ എന്തുകൊണ്ടാണ് വിദ്യകളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അനുഭവത്തെക്കുറിച്ച് നിശബ്ദനാകുകയും ചെയ്യുന്നതെന്ന രഹസ്യവും നമുക്കിന്ന് അനാവരണം ചെയ്യണം. സമാധി എന്നാൽ സർവവ്യാപിയായ ബോധമാണെങ്കിൽ അതിനെ കേന്ദ്രീകൃതമാകൽ എന്ന് വിളിക്കുന്നത് വൈരുദ്ധ്യമല്ലേ എന്ന് ഓഷോയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുന്നത് വഴി നമുക്ക് ഈ പ്രപഞ്ചത്തോളം വളരാൻ കഴിയുന്നത്? ഇത് കേൾക്കുമ്പോൾ പരസ്പര വിരുദ്ധമായി നമുക്ക് തോന്നാം. എന്നാൽ ഇതിന് പിന്നിൽ അതീവ ശാസ്ത്രീയമായ ഒരു രഹസ്യമുണ്ട്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് കേന്ദ്രീകൃതമാകൽ അല്ലെങ്കിൽ സെൻറ്ററിങ് എന്നത് സമാധിയിലേക്കുള്ള ഒരു വഴി മാത്രമാണ് എന്നതാണ്. അതൊരിക്കലും ഒരു ലക്ഷ്യമല്ല. ഒരു വീടിൻ്റെ മുകളിൽ കയറണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊരു ഏണി ഉപയോഗിക്കും. ഏണി എന്നത് നമ്മളെ മുകളിലെത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഇവിടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏണിയെക്കുറിച്ച് ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ ചിതറിപ്പോയ നമ്മുടെ ഊർജത്തെ ഒരിടത്തെത്തിക്കാനുള്ള ഏണി മാത്രമാണ് ഈ കേന്ദ്രീകരണം. ഒരിക്കൽ നമ്മൾ കേന്ദ്രീകൃതനായി കഴിഞ്ഞാൽ നമ്മൾ ആ കേന്ദ്രത്തെയും ഉപേക്ഷിക്കും.
അവിടെ കേന്ദ്രമില്ലാത്ത, അതിരുകളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വികസിക്കും. ഇതിനെയാണ് നാം സമാധി എന്ന് വിളിക്കുന്നത്. ദൈവികതയെ അല്ലെങ്കിൽ പ്രബുദ്ധതയെ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ കേന്ദ്രം എല്ലായിടത്തുമുണ്ടെന്നും എന്നാൽ അതിൻ്റെ പരിധി ഒരിടത്തുമില്ലെന്നുമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കേന്ദ്രമില്ലാത്ത അവസ്ഥയിലുമാണ് ഉള്ളത്. അതൊരു മോശം അവസ്ഥയുമാണ്. കാരണം നമ്മുടെ ഊർജമെല്ലാം ചിതറിപ്പോയിരിക്കുകയാണ്. നമ്മൾ കേന്ദ്രീകൃതനാകുമ്പോൾ നമ്മുടെ മുഴുവൻ അസ്തിത്വവും ഒരു ബിന്ദുവിലേക്ക് വരും. ആ ബിന്ദുവിൽ വെച്ച് ഞാനെന്ന അഹന്ത ഇല്ലാതാകുമ്പോൾ ആ കേന്ദ്രം തനിയെ എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രം എല്ലായിടത്തുമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നാം ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? ഇതിൻ്റെ കാരണം എന്നത് ഭൗതിക ശാസ്ത്രത്തിലെ അണുവിസ്ഫോടനത്തിന് സമാനമായ ഒരു പ്രക്രിയയാണിതെന്ന് ഓഷോ പറയുന്നു. നോക്കൂ, നമ്മുടെ ഊർജം ഇപ്പോൾ ചിതറി പരന്നു കിടക്കുകയാണല്ലോ. ഇതിന് ഒരു സ്ഫോടന ശേഷിയില്ല. ഉദാഹരണത്തിന്, സാധാരണ ഒരു പ്രകാശത്തിന് ഒരു കടലാസിനെ കത്തിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു ലെൻസ് ഉപയോഗിച്ച് ഈ വെളിച്ചത്തെ ഒരു ചെറിയ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അത് ആ കടലാസിനെ കത്തിക്കും. അതുപോലെ നമ്മുടെ ചിതറിയ ബോധത്തെ നാഭി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിന്ദുവിലേക്കോ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളൊരു ആത്മീയ കണമായി മാറുകയാണ് അവിടെ. അത്രയും വലിയ ഊർജത്തെ ഒരു ചെറിയ ബിന്ദുവിന് താങ്ങാൻ കഴിയില്ല. ആ നിമിഷം അത് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിയിലാണ് നമ്മൾ ഞാനെന്ന വ്യക്തിത്വത്തിൽ നിന്ന് പ്രപഞ്ചബോധത്തിലേക്ക് മാറുന്നത്. ആ സ്ഫോടനത്തിന് മുൻപ് നമ്മളൊരു കേന്ദ്രമായിരുന്നു. സ്ഫോടനത്തിന് ശേഷം നമ്മൾ സർവവ്യാപിയായ പ്രകാശമായി മാറുകയാണ്. ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ചോദിക്കാറുള്ള കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അനുഭവം വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയാത്തതെന്ന്. വിദ്യ എന്നത് ശാസ്ത്രീയമാണ്. അനുഭവം എന്നത് കാവ്യാത്മകവുമാണ്. ശിവൻ നൽകുന്ന 112 വിദ്യകളും അതീവ ശാസ്ത്രീയമാണ്. ശാസ്ത്രമെന്ന് പറയുമ്പോൾ അത് പൊതുവായ ഒന്നാണ്. അത് ആര് പരീക്ഷിച്ചാലും ഒരേ ഫലം നൽകുന്നതാണ് ശാസ്ത്രം. ഒരു വിദ്യ കൃത്യമായി പിന്തുടർന്നാൽ നമ്മൾ കേന്ദ്രീകൃതനാകുമെന്നതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല. അത് കണക്ക് പോലെ കൃത്യമാണ്. എന്നാൽ ആ കേന്ദ്രീകരണത്തിന് ശേഷം സംഭവിക്കുന്ന സ്ഫോടനം അല്ലെങ്കിൽ ആ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് തികച്ചും വ്യക്തിപരവുമാണ്. ബുദ്ധൻ തൻ്റെ അനുഭവം ഒരു രീതിയിൽ പറയുമ്പോൾ കൃഷ്ണൻ മറ്റൊരു രീതിയിലും യേശു വേറൊരു രീതിയിലും പറയുന്നു. ഇവർ പറയുന്ന രീതികൾ വ്യത്യസ്തമാകുന്നത് അവരുടെ അനുഭവങ്ങൾ കാവ്യാത്മകമായതുകൊണ്ടാണ്. എന്നാൽ അവർ ഉപയോഗിച്ച വിദ്യകൾ ശാസ്ത്രീയവുമായിരുന്നു. വാക്കുകളുടെ പരിമിതിയെക്കുറിച്ച് ഓഷോ പറയുന്ന ഏറ്റവും ലളിതമായ ഉദാഹരണം എന്നത്, നമുക്ക് കഠിനമായ ഒരു തലവേദനയുണ്ടെന്ന് കരുതിയാൽ തലവേദന എന്താണെന്ന് ഒരിക്കൽ പോലും അറിയാത്ത ഒരാളോട് അത് വിവരിക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാം, പക്ഷെ ആ വേദന അയാൾക്ക് മനസ്സിലാകില്ല. എന്നാൽ ആധുനിക തത്വചിന്തകർ പറയുന്നത് വിവരിക്കാൻ കഴിയാത്തത് ഒന്നും സത്യമല്ല എന്നാണ്. എന്നാൽ ഓഷോ ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തലവേദന വിവരിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് തലവേദന ഇല്ല എന്ന അർത്ഥമില്ല. നമുക്ക് അനുഭവമുണ്ട്, പക്ഷെ ഭാഷ അവിടെ അപര്യാപ്തമാണ്.
ഒരേ അനുഭവം നേടിയെടുത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമേ ശരിയായ വിനിമയം നടക്കുകയുള്ളൂ. ഒരന്ധനോട് വെളിച്ചത്തെക്കുറിച്ച് എത്ര വിവരിച്ചാലും അയാൾക്കത് മനസ്സിലാകില്ല. അയാൾ ആ വാക്ക് കേൾക്കുകയും അതിൻ്റെ സിദ്ധാന്തങ്ങൾ പഠിക്കുകയും ചെയ്തേക്കാം, പക്ഷെ വെളിച്ചം അയാൾക്ക് ഒരിക്കലും അനുഭവമാകില്ല. ആകാശത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും നീലയാണെന്ന് പറയും. പക്ഷെ എൻ്റെ മനസ്സിലെ നീലയും നിങ്ങളുടെ മനസ്സിലെ നീലയും ഒരേ ഷെയ്ഡായിരിക്കണമെന്നില്ല. നോക്കൂ, സാധാരണ അനുഭവങ്ങളിൽ പോലും ഇത്രയും വിടവുണ്ടെങ്കിൽ മനസ്സിനപ്പുറത്തുള്ള സമാധിയെപ്പറ്റി എങ്ങനെ വിവരിക്കാനാണ് നമ്മൾ? ശരി, ഇനി നമുക്ക് കേന്ദ്രീകരണത്തിലൂടെ ഊർജം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു ബൾബിനെ എടുക്കുകയാണെങ്കിൽ അതിന് താങ്ങാവുന്ന വൈദ്യുതിക്കൊരു നിശ്ചിത അളവുണ്ട്. അതിൽ കൂടുതൽ വൈദ്യുതി അതിലേക്ക് കടത്തിവിട്ടാൽ ബൾബ് അവിടെ പൊട്ടിത്തെറിക്കും. നമ്മൾ കൂടുതൽ കേന്ദ്രീകൃതനാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജത്തിന്റെ അളവ് കൂടുകയും ഒരു ഘട്ടത്തിൽ ആ കേന്ദ്രത്തിന് അഥവാ ആ അഹന്തയ്ക്ക് ആ ഊർജത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും അത് തകരുകയും ചെയ്യും. ഈ തകരലാണ് സമാധി. അതുകൊണ്ടാണ് ശിവൻ വിദ്യകൾ നൽകിയ ശേഷം നിശബ്ദനാകുന്നത്. നിങ്ങൾ ഇത് ചെയ്യൂ അപ്പോൾ എന്ന് അദ്ദേഹം പറയുന്നു. ആ അപ്പോൾ എന്നത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. വാക്കുകൾക്കവിടെ പ്രവേശനമേ ഇല്ല. നമ്മുടെ ഊർജം എങ്ങോട്ടാണ് ഒഴുകുന്നത്? അത് ജീവിതത്തിലേക്കാണോ അതോ മരണത്തിലേക്കാണോ? ഊർജം എപ്പോഴും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അന്ത്യം മരണമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി പ്രകാശിക്കുന്ന സൂര്യൻ പോലും ഓരോ നിമിഷവും ഊർജവും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു നാൾ സൂര്യനും ഇവിടെ മരിച്ചു വീഴും. നമ്മളും നിരന്തരം ഊർജത്തെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് കാമമായും ദേഷ്യമായും അനാവശ്യ ചിന്തകൾ വഴിയുമെല്ലാം പുറന്തള്ളിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഊർജത്തെ. ഇങ്ങനെ ഊർജം നഷ്ടപ്പെടുമ്പോൾ നാം ശൂന്യരാകുകയാണ്. എന്നാൽ ഊർജത്തിന്റെ ദിശയെ പുറത്തുനിന്ന് അകത്തേക്ക് മാറ്റാൻ മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഉൾപരിവർത്തനമാണ് യഥാർത്ഥ മതം. നമ്മുടെ ആന്തരിക യാത്ര അവസാനിക്കുന്നത് നമ്മുടെ നാഭിയിലാണെന്നും എന്തുകൊണ്ടത് നാഭിയായെന്നും നമ്മൾ കുറേ അവസരങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. നാം ഈ ലോകത്തേക്ക് വന്നത് നാഭിയിലൂടെയാണ്. അമ്മയുടെ ജൈവോർജം നമ്മിലേക്ക് എത്തിയത് ആ പൊക്കിൾക്കൊടിയിലൂടെയാണ്. ശരീരം മുറിച്ചു മാറ്റപ്പെട്ടാലും ആത്മീയമായ നമ്മുടെ കേന്ദ്രം ഇന്നും നാഭി തന്നെയാണ്. ഊർജം അകത്തേക്കൊഴുകി നാഭിയിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവിടെ വലിയ സമ്മർദ്ദമുണ്ടാകും. ആ കേന്ദ്രത്തിന് താങ്ങാൻ കഴിയാത്തത്ര ഊർജം വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. ഈ സ്ഫോടനത്തിൽ നമ്മുടെ ഞാൻ അഥവാ ഈഗോ ഇല്ലാതാകും. അമ്മയിൽ നിന്ന് വേർപെട്ടപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു വ്യക്തിത്വം ലഭിച്ചു, അല്ലേ? എന്നാൽ നാഭിയിലെ ഈ സ്ഫോടനത്തിലൂടെ നമ്മൾ ആ വ്യക്തിത്വവും ഉപേക്ഷിച്ച് ഈ പ്രപഞ്ചവുമായി ഒന്നാകുകയാണ് ഇവിടെ. അതുപോലെ വിദ്യകളുടെ ആവശ്യകതയെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. ഒന്നും ചെയ്യാതിരിക്കലല്ലേ നല്ലത്, പിന്നെ എന്തിനാണ് ഈ വിദ്യകളെന്ന്? മഹാനായ ജി കൃഷ്ണമൂർത്തി പറയുന്നത് വിദ്യകൾ ആവശ്യമില്ല എന്നാണ്. അത് ശരിയാണ്, പക്ഷെ ആരോടാണ് പറയുന്നത് എന്നതാണ് പ്രശ്നം. നോക്കൂ, പൂർണ്ണമായും കൃത്രിമമായി ജീവിക്കുന്ന ഒരാൾക്ക് സഹജമായിരിക്കുക എന്നത് അസാധ്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ അസ്വാഭാവിക മനുഷ്യരാണ്.
അതുകൊണ്ട് സ്വാഭാവികതയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് വിദ്യകളെന്ന ഏണി ആവശ്യമാണ്. ഇതാണ് ശിവന്റെ വഴി. ഒന്നും ചെയ്യാത്ത അവസ്ഥയിലെത്താൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓർക്കുക, കൃഷ്ണമൂർത്തിയെ 40 വർഷം കേട്ടിട്ടും ഒന്നും സംഭവിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. കാരണം അവർ വിദ്യകൾ ഉപേക്ഷിച്ചു, പക്ഷെ സഹജത നേടിയതുമില്ല. സമാധിയെ മനസ്സിലാക്കാൻ ഓഷോ നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു ചെറിയ ഉദാഹരണമുണ്ട്. മനസ്സെന്നത് സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന ഒരു ചെറിയ ഹിമശില പോലെയാണെങ്കിൽ അതിനൊരു പ്രത്യേക രൂപവും കേന്ദ്രവുമുണ്ട്, അല്ലേ? സമുദ്രത്തിൽ നിന്നാണ് അത് ഉണ്ടായതെങ്കിലും അത് സമുദ്രമല്ല താനും. ഇത് ആ രൂപം കൊണ്ട് അത് തോന്നിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ കേന്ദ്രീകരണം എന്ന താപനില വർദ്ധിക്കുമ്പോൾ ഹിമശില ഉരുകുകയും അത് സമുദ്രത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു. പിന്നെ അതിന് രൂപമില്ല, കേന്ദ്രമില്ല, അത് സമുദ്രം മാത്രമായി മാറുകയാണ്. കേന്ദ്രീകൃതമാകൽ എന്നത് വിസ്ഫോടനത്തിനുള്ള ഒരു ഉപായം മാത്രമാണ്. ശിവൻ ഫലത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയാത്തത് അത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒന്നായതുകൊണ്ടാണ്. പുസ്തകത്തിന്റെ അവസാനം നോക്കി ഉത്തരമെഴുതുന്ന കുട്ടിയെപ്പോലെ ആകരുത് നമ്മൾ. മറിച്ച് വിദ്യയിലൂടെ കടന്നുപോയി ഉത്തരം അനുഭവമാക്കണം. മനുഷ്യജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 2 അവസ്ഥകളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് സ്നേഹത്തെയും ധ്യാനത്തെയും കുറിച്ചാണ്. യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ 112 വിദ്യകളുടെ ആവശ്യമില്ല എന്ന് കേൾക്കുമ്പോൾ പലർക്കും സംശയമുണ്ടായിട്ടുണ്ടാകാം. നമ്മളെല്ലാവരും സ്നേഹത്തിലാണെന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലേ? എങ്കിലും എന്തൊക്കെയോ കുറവുകൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സ്നേഹം മാത്രം നമുക്ക് മതിയാകാത്തതെന്ന്? അതുപോലെ സ്നേഹവും ധ്യാനവും 2 വ്യത്യസ്ത വഴികളാണോ? അതോ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണോ? ഇവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ യഥാർത്ഥ സ്നേഹത്തിലാണോ എന്ന് തിരിച്ചറിയാൻ തന്ത്ര 3 മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവ നമുക്കൊരു ഉരകല്ലായി ഉപയോഗിക്കാവുന്നതുമാണ്. അതിൽ 1ാമത്തെ മാനദണ്ഡം എന്നത് പരിപൂർണമായ സംതൃപ്തിയാണ്. യഥാർത്ഥ സ്നേഹത്തിൽ കൂടുതലായി ഒന്നിൻ്റെയും ആവശ്യമില്ല. അതായത് ഒരു ദൈവത്തെ അവിടെ ആവശ്യമില്ല, ഒരു ധ്യാനം പോലും അവിടെ ആവശ്യമായി വരുന്നില്ല. കാരണം സ്നേഹം നൽകുന്ന ആ സംതൃപ്തി എന്നത് അത്രമേൽ ആഴമുള്ളതാണ്. എന്തെങ്കിലും കുറവുണ്ടെന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ സ്നേഹത്തിന് പകരം മറ്റെന്തോ ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. 2ാമത്തെ മാനദണ്ഡം എന്നത് വർത്തമാന നിമിഷമാണ്. സ്നേഹത്തിന് ഒരിക്കലും ഭാവിയില്ല. നാളെ എന്നത് സ്നേഹിക്കുന്നവർക്ക് അപ്രസക്തമാണ്. ഈ നിമിഷം തന്നെ ഇവിടെ നിത്യതയായി മാറുകയാണ്. നമ്മൾ പരിശീലിക്കുന്ന ധ്യാനമുറകളെല്ലാം തന്നെ ഭാവിയിലെ ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ സ്നേഹമെന്നത് ഈ നിമിഷത്തിലെ ഒരു സംഭവിക്കലാണ്. 3ാമത്തെ മാനദണ്ഡം എന്നത് ഞാനെന്ന അഹന്തയുടെ അന്ത്യമാണ്. സ്നേഹമെന്ന ദേവാലയത്തിൽ നമ്മളല്ലെങ്കിൽ ഞാനെന്ന ബോധം ബാക്കിയുണ്ടാകില്ല. അവിടെ ഞാൻ ഇല്ലാതാകുമ്പോഴാണ് സ്നേഹമുണ്ടാകുന്നത്. നമ്മളെന്ന ഭാവം അവിടെ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ധ്യാനിക്കാൻ പോകുന്നത്? നമ്മളില്ലെങ്കിൽ ധ്യാനവും സ്നേഹവും അവിടെ ഒന്നായിത്തീരും. പക്ഷെ നമ്മളെല്ലാവരും ധ്യാനിക്കാൻ പോകാറാണ് പതിവ്. കാരണം യഥാർത്ഥ സ്നേഹം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല.
പലപ്പോഴും നമ്മൾ സ്നേഹമെന്ന് വിളിക്കുന്നത് യഥാർത്ഥ സ്നേഹത്തെ അല്ല. അതിന് പല മുഖങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് കാമമാണ്. കാമം എന്നത് ഊർജത്തെ പുറത്തേക്ക് കളയാനുള്ള ഒരു വഴി മാത്രമായി മാറുകയാണ് ഇവിടെ. മറ്റൊന്ന് സുരക്ഷിതത്വമാണ്. സത്യത്തിൽ അത് തനിച്ചിരിക്കാനുള്ള അല്ലെങ്കിൽ തനിച്ച് ജീവിക്കാനുള്ള ഭയം കൊണ്ട് മറ്റൊരാളുടെ സാമീപ്യത്തെ തേടുന്നതാണ്. വേറൊന്ന് കൈവശപ്പെടുത്തലാണ്. മറ്റൊരാളെ തൻ്റെ ആവശ്യങ്ങൾക്കായി തൻ്റെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള ആഗ്രഹമാണിത്. അവസാനത്തേത് കലഹമാണ്. ഒരുമിച്ചായിരിക്കുമ്പോൾ യുദ്ധം ചെയ്യുകയും വേർപിരിയുമ്പോൾ സ്നേഹം നടിക്കുകയും ചെയ്യുന്നതാണിത്. യഥാർത്ഥത്തിൽ നാം സ്നേഹത്തിലല്ലെങ്കിൽ നമ്മുടെ ഊർജത്തിന് ഒരു കേന്ദ്രീകരണം ആവശ്യമായി വരും. ഇവിടെയാണ് ശിവൻ ഉപദേശിച്ച 112 ധ്യാനമുറകളുടെ പ്രസക്തിയിരിക്കുന്നത്. സ്നേഹമെന്ന സ്വാഭാവിക വിദ്യ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ കൃത്രിമ വിദ്യകളെ ആശ്രയിക്കുന്നത്. തന്ത്രം ഇവിടെ പറയുന്നത് ഒന്നിനെയും ശത്രുവായി കാണരുത് എന്നാണ്. ലൈംഗികത പോലും ധ്യാനത്തിലേക്കുള്ള ഒരു വാതിലാണ്. അതിന് നമ്മുടെ കുറ്റബോധത്തെ ആദ്യം ഒഴിവാക്കണം. നോക്കൂ, സമൂഹം നമ്മെ ലൈംഗികതയ്ക്കെതിരായി വളർത്തിയിരിക്കുകയാണ്. ഈ കുറ്റബോധമാണ് ധ്യാനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സവും. പ്രിയമുള്ളവരെ, ലൈംഗികതയെ നമ്മൾ പരിപാവനമായി കാണേണ്ടതുണ്ട് കേട്ടോ. ഇവിടെ 2 ശരീരങ്ങൾ ഒരേ താളത്തിലാകുമ്പോൾ ഞാനെന്ന ഭാവം അവിടെ ഇല്ലാതാകും. ചിന്തകളും ഭാവിയും അവിടെ ഇല്ലാതാകും. ഈ അവസ്ഥയല്ലേ ധ്യാനം? ലൈംഗികത ഒരു വാതിലാകുമ്പോൾ ക്രമേണ ലൈംഗികാസക്തി നമ്മിൽ ഇല്ലാതാകുകയും അതിൻ്റെ സുഗന്ധമായി സ്നേഹം അവിടെ ബാക്കിയാകുകയും ചെയ്യും. പിന്നീട് ആ സുഗന്ധം മാറി അവിടെ സമാധി മാത്രമായി തീരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്നേഹവും ധ്യാനവും ദൈവവുമെല്ലാം ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ വ്യത്യസ്ത പേരുകൾ മാത്രമാണ്. നമ്മുടെ സ്നേഹത്തെ ധ്യാനാത്മകമാക്കുകയും പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയും അവരുടെ ആ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുക. വാക്കുകൾ അവസാനിക്കുന്നിടത്താണ് സ്നേഹം തുടങ്ങുന്നത്. സ്നേഹം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ അത് ധ്യാനമായി മാറും. അവിടെ ഈ 112 വിദ്യകളും ഒന്നായി ലയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയധികം സ്പർശബോധമില്ലാത്തവരായി മാറിയത്? എന്തുകൊണ്ടാണ് ചുറ്റുമുള്ള പ്രകൃതിയെയും മനുഷ്യരെയും ആഴത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയാത്തത്? ഇതിൻ്റെ ഉത്തരം നമ്മുടെ ജനന നിമിഷത്തിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കറിയാം, മറ്റു ജീവികളെ അപേക്ഷിച്ച് ഒരു മനുഷ്യ ശിശു അതീവ നിസ്സഹായനായാണ് ജനിക്കുന്നത്. ഒരു ആനക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു പശുക്കിടാവോ ജനിച്ചയുടനെ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ മനുഷ്യ ശിശുവിന് നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം അവിടെ അത്യാവശ്യമാണ്. ഈ നിസ്സഹായാവസ്ഥ അവനെ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ നിർബന്ധിതനാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ അതിശക്തമായ സംവേദനക്ഷമതയുള്ളവനാണ്. അവൻ്റെ മുഴുവൻ ശരീരവും സചേതനവുമാണ്. എന്നാൽ ഈ സൂക്ഷ്മബോധം അവന് ഈ ലോകത്ത് ജീവിക്കാൻ പലപ്പോഴും തടസ്സമായി മാറുകയാണ് ഉണ്ടാവുക. നിസ്സാരമായ ഒരു സ്പർശം പോലും അവനെ കരയിപ്പിച്ചേക്കാം. അവൻ്റെ കരച്ചിൽ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ശല്യമായി അനുഭവപ്പെടാം. ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കുട്ടിയുടെ സംവേദനക്ഷമതയെ സ്വയം അടച്ചുപൂട്ടാൻ നമ്മൾ അവനെ പഠിപ്പിക്കും. കാരണം മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാതെ അവന് ജീവിക്കാനാവില്ല എന്നവൻ മനസ്സിലാക്കുകയാണ് അവിടെ. രക്ഷാകർത്താക്കളും ഈ സമൂഹവും കുട്ടിയുടെ മേൽ പല നിയമങ്ങളും അടിച്ചേൽപ്പിക്കും. അതിജീവനത്തിനായി കുട്ടിക്ക് കീഴടങ്ങേണ്ടി വരികയാണ് ഇവിടെ.
തന്നിലെ പല ഇന്ദ്രിയാനുഭവങ്ങളും ശിക്ഷയെ വിളിച്ചു വരുത്തുന്നവയാണെന്ന് അവൻ തിരിച്ചറിയും. ഇവിടെ പതുക്കെ പതുക്കെ കുട്ടിക്ക് തൻ്റെ മനസ്സിനെ രണ്ടായി വിഭജിക്കേണ്ടി വരും. അവൻ അനുഭവിക്കുന്നതിൽ നിന്ന് അവൻ തന്നെ തന്നെ തടയുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് നമ്മുടെ സ്പർശബോധമില്ലായ്മ എന്നത് നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുത്തതല്ല, മറിച്ച് അന്ന് നിലനിൽപ്പിനായി നാം നൽകിയ വലിയൊരു വിലയാണെന്നുള്ളതാണ്. നാം അറിയാതെ തന്നെ നമുക്ക് ചുറ്റും നാം പണിത മതിൽക്കെട്ടുകളാണ് ഇന്നത്തെ നമ്മുടെ ഈ ശൂന്യതയ്ക്ക് കാരണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ നിസ്സഹായകമായ അവസ്ഥയിലെടുത്ത ആ ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് ആ ഉടമ്പടി നമ്മുടെ ശരീരത്തിൽ എന്തു മാറ്റമാണ് വരുത്തിയതെന്ന് നോക്കാം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം കാമപരമാണ്. അത് വെറുമൊരു മാംസപിണ്ഡമല്ല, മറിച്ച് സംവേദനക്ഷമതയുടെ ഒരു മഹാസമുദ്രമാണത്. അവൻ തൻ്റെ വിരലുകളെ ആസ്വദിക്കും, തൻ്റെ ശരീരത്തെ തൊട്ടുനോക്കും. അവനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീരം നിരീക്ഷിക്കുക എന്നതൊരു മഹത്തായ പ്രതിഭാസമാണ്. ഈ അന്വേഷണത്തിനിടയിൽ ഒരു നിമിഷം അവിടെ വന്നെത്തും. അവൻ്റെ കൈകൾ സ്വന്തം ജനനേന്ദ്രിയത്തിൽ സ്പർശിക്കും. ശാസ്ത്രീയമായി നോക്കിയാൽ ശരീരത്തിലെ ഏറ്റവും സംവേദനക്ഷമവും സചേതനവുമായ അവയവമാണിത്. അവിടെയാണ് സംവേദനക്ഷമതയുടെ ഉറവിടമിരിക്കുന്നത്. എന്നാൽ ഈ നിമിഷം മാതാപിതാക്കൾ അസ്വസ്ഥരാകും. കാരണം അവർ മുൻപ് തന്നെ അടിച്ചമർത്തപ്പെട്ടവരാണ്. അവിടെ തുടരുത് എന്ന ആജ്ഞയോടെ അവർ കുട്ടിയുടെ സ്വാഭാവികമായ അന്വേഷണത്തെ തടയും. ഈ അവസരത്തിൽ അവിടെ തെറ്റായ എന്തോ ഉണ്ടെന്നുള്ള ബോധം കുട്ടിയുടെ മനസ്സിൽ ഉറയ്ക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്പർശബോധമുള്ള ഇടം അടച്ചുപൂട്ടാൻ അവൻ നിർബന്ധിക്കപ്പെടുമ്പോൾ കുട്ടി തൻ്റെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള സൂക്ഷ്മബോധത്തെയാണ് ഇവിടെ ബലി കഴിക്കുന്നത്. സംവേദനക്ഷമതയുടെ ഉറവിടം തന്നെ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ അവൻ വളരുംതോറും കൂടുതൽ കൂടുതൽ സ്പർശബോധമില്ലാത്തവനായി തീരുകയാണ് ഇവിടെ. ഈ കരാർ ഒരു കുട്ടി എന്ന നിലയിൽ ഈ സമൂഹത്തിലെ അതിജീവനത്തിന് ആവശ്യമായിരുന്നു. പക്ഷേ ആത്മീയമായി അതൊരു തിന്മയാണ്. ഒരുവൻ ആത്മീയതയിലേക്ക് തിരിയുന്ന നിമിഷം തന്നെ ഈ പഴയ കരാറിനെ വലിച്ചെറിയണം. തൻ്റെ ശരീരത്തിൻ്റെ സംവേദനക്ഷമതയെ വീണ്ടെടുക്കണം. അല്ലാത്തപക്ഷം അവൻ എന്നും സ്പർശബോധമില്ലാത്ത ഒരു യന്ത്രമായി തുടരേണ്ടി വരും. സ്നേഹമുള്ളവരെ, നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് നമ്മുടെ മരവിപ്പിൻ്റെ കാരണമെന്നത് നാം വിശുദ്ധമെന്ന് കരുതിയ പല വിലക്കുകളുമാണെന്നുള്ളതാണ്. നമ്മുടെ ബോധത്തെ ഉണർത്തണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ശരീരത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഉടമ്പടിയെക്കുറിച്ചും ശരീരത്തിൻ്റെ മരവിപ്പിനെക്കുറിച്ചും സംസാരിച്ചു. ഇപ്പോൾ നാം മുതിർന്നവരായി കഴിഞ്ഞവരാണ്. ഈ ലോകത്ത് ജീവിക്കാൻ നാം ബോധപൂർവം ചില മതിലുകൾ നമുക്ക് ചുറ്റും നിർമ്മിക്കുന്നുമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓഷോയുടെ ധനികനായ ഒരു സുഹൃത്ത് തൻ്റെ വേലക്കാരുടെയോ സ്വന്തം മക്കളുടെയോ മുഖത്തേക്ക് നോക്കാറില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നാം ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവരുമായി ഒരു ബന്ധം അവിടെ ഉടലെടുക്കും. അവരോട് നമുക്ക് സഹതാപം തോന്നും. അപ്പോൾ വേലക്കാർ പണം ചോദിച്ചേക്കാം, മക്കൾക്ക് മേലുള്ള അധികാരം നഷ്ടപ്പെട്ടേക്കാം. അതിനാൽ നമ്മിൽ പലരും, ഞാൻ ഉൾപ്പെടെ, നമുക്ക് ചുറ്റും സ്പർശബോധമില്ലായ്മയുടെ ഒരു മുഖം മൂടി അണിയുന്നുണ്ട്. നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ എത്രയോ യാചകരെ കാണുന്നുണ്ട്, എത്രയോ പട്ടിണിയും നരകവും കാണുന്നുണ്ട്. എന്നാൽ നാം ഒന്നും കാണാത്തതുപോലെ മുന്നോട്ട് പോകുകയാണ് ചെയ്യാറ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത് സംഭവിക്കുന്നത്? ഈ ലോകത്തിൽ വൈകാരികമായ മുറിവേൽക്കാതിരിക്കാൻ
നാം പടുത്തുയർത്തിയ ഒരു രക്ഷാ കവചമാണത്. സൂക്ഷ്മബോധമുള്ളവനായിരുന്നാൽ ഈ ലോകത്ത് ജീവിക്കുക എന്നത് അതീവ ദുഷ്കരമായിരിക്കും. അതിനാൽ നാം അദൃശ്യമായ ഒരു മതിൽ നിർമ്മിച്ച് അതിനുള്ളിൽ ഒളിക്കുന്നു. ഈ കവചം നമ്മെ ഈ ലോകത്തിൽ സുരക്ഷിതരാക്കും. പക്ഷെ അതിന് നാം നൽകുന്ന വില വളരെ വളരെ വലുതാണ്. ഒന്നിനും നമ്മെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്നത് ശരിയാണ്, പക്ഷെ മഹത്തായ ഒന്നിനും നമ്മളെ സ്പർശിക്കാനും കഴിയില്ല എന്ന് നമ്മൾ ഓർക്കണം. ഈ ലോകത്ത് സുരക്ഷിതരാകാൻ പണിയുന്ന ഈ മതിൽ നമ്മെ ദൈവികതയിലേക്കോ ആത്മീയമായ ആനന്ദത്തിലേക്കോ കടന്നു ചെല്ലാൻ അനുവദിക്കില്ല. ഈ ലോകത്ത് ജീവിക്കാൻ സ്പർശബോധമില്ലായ്മ നല്ലതാണെന്ന് നമുക്ക് സ്വയം തോന്നിപ്പിക്കാം. എന്നാൽ മറുലോകത്തേക്ക്, അതായത് ആത്മീയതയിലേക്ക് കടക്കാൻ സ്പർശബോധം അഥവാ സെൻസിറ്റിവിറ്റി അത്യന്താപേക്ഷിതമാണ്. നമ്മൾ അടഞ്ഞവനാണെങ്കിൽ ഈ ലോകത്തിലെ ദുഃഖത്തോടും മറുലോകത്തിലെ സ്വർഗത്തോടും ഒരേപോലെ അടഞ്ഞവനായിരിക്കും. തുറന്നവനാകുക എന്നാൽ രണ്ടിനും വേണ്ടി തുറന്നിരിക്കുക എന്നതാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സുരക്ഷിതത്വം യഥാർത്ഥത്തിൽ ഒരു കാരാഗ്രഹമാണെന്നാണ്. നാം ആരെയാണ് പേടിക്കുന്നത്? മുറിവേൽക്കാനുള്ള ഭയം കൊണ്ട് നാം നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? സ്നേഹമുള്ളവരെ, ഇന്നത്തെ ആത്മീയ യാത്രയുടെ പരിസമാപ്തിയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നാം പടുത്തുയർത്തിയ ആ അദൃശ്യ മതിലുകളെ എങ്ങനെ തകർക്കാമെന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ പ്രശ്നവും ഇതാണ്. നമുക്ക് വേദന വേണ്ട, പക്ഷെ ആനന്ദം വേണം. എന്നാൽ തന്ത്ര പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ വേദനക്കായി വാതിലടച്ചാൽ അറിയാതെ തന്നെ നിങ്ങൾ ആനന്ദത്തിനുള്ള വാതിലും അടച്ചു കഴിഞ്ഞുവെന്ന്. ഒന്നുകിൽ നമ്മൾ പൂർണ്ണമായും അടഞ്ഞവനാണ്, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും തുറന്നവനാണ്. മറുലോകത്തിലെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ നരകത്തെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. സംവേദനക്ഷമത വീണ്ടെടുത്ത ഒരാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു ബുദ്ധനെ നോക്കിയാൽ ബുദ്ധൻ അവിടെ അതീവ ആനന്ദത്തിലായിരിക്കും. അതേസമയം അദ്ദേഹം അതീവ ദുഃഖിതനുമായിരിക്കും. പക്ഷെ ആ ദുഃഖം അദ്ദേഹത്തിൻ്റെതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അഗാധമായ ആനന്ദത്തിനിടയിലും മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുവാനുള്ള ആ കഴിവിനെയാണ് നാം കാരുണ്യമെന്ന് വിളിക്കുന്നത്. മഹായാന ബുദ്ധമതത്തിലെ സുന്ദരമായ ഒരു കെട്ടുകഥയെ ഓർക്കാം നമുക്ക്. അതിങ്ങനെയാണ്: ബുദ്ധൻ നിർവ്വാണത്തിന്റെ വാതിക്കലെത്തിയപ്പോൾ അവിടെയുള്ള കാവൽക്കാരൻ വാതിൽ തുറന്നു. പക്ഷെ ബുദ്ധൻ അകത്തേക്ക് കയറിയില്ല. കാരണം അന്വേഷിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ലോകത്തിലെ ഓരോ മനുഷ്യനും എനിക്ക് മുന്നേ ഇവിടെ എത്തുന്നത് വരെ എനിക്ക് ഈ സ്വർഗം വേണ്ട, അതിനായി ഞാൻ ഇവിടെ കാത്തിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് പരമമായ സംവേദനക്ഷമതയെന്നത്. മറ്റുള്ളവരുടെ വേദന തൻ്റെ വേദനയായി അനുഭവപ്പെടുന്ന ഈ അവസ്ഥ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവന്റെ 112 വിദ്യകളും വാസ്തവത്തിൽ നമ്മുടെ മരവിപ്പിനെ ഇല്ലാതാക്കാനുള്ളതാണ്. ഈ മതിലുകൾ തകരുമ്പോൾ നമ്മൾ വീണ്ടും ആ കുട്ടിയെപ്പോലെ സചേതനായിത്തീരും. അപ്പോൾ സ്പർശബോധം വെറും ഒരു ശാരീരിക അനുഭവം മാത്രമല്ല, അതൊരു പ്രാർത്ഥനയായി മാറും. ദിവ്യബോധത്തിൻ്റെ പ്രിയമുള്ള ആസ്വാദകരെ, ഇന്ന് നാം വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 4 അമൂല്യമായ വിദ്യകളിലൂടെയും ബോധത്തിൻ്റെ സ്ഫോടനത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ 3 ചോദ്യങ്ങളിലൂടെയും കടന്നുപോയി. 18ാമത്തെ വിദ്യയിൽ സ്നേഹം എങ്ങനെയാണ് ശൂന്യതയിലേക്കും അഹന്തയുടെ അന്ത്യത്തിലേക്കുമുള്ള വാതിലാകുന്നതെന്ന് നമ്മൾ കണ്ടു. 19ാമത്തെ വിദ്യയിൽ കൈകാലുകളുടെ താങ്ങില്ലാതെ നിതംബങ്ങളിൽ മാത്രം സന്തുലിതമായി ഇരുന്നു കൊണ്ട് എങ്ങനെ നമ്മുടെ ആന്തരിക കേന്ദ്രത്തെ കണ്ടെത്താമെന്ന് നമ്മൾ പഠിച്ചു. 20ാമത്തെ വിദ്യയിൽ യാത്രകളിലെ ചലനത്തോടൊപ്പം താളാത്മകമായി ഒഴുകി എങ്ങനെ ക്ഷീണമില്ലാത്ത യാത്രയും ധ്യാനവും സാധ്യമാക്കാമെന്ന് നാം മനസ്സിലാക്കി.
21ാമത്തെ വിദ്യയിൽ ഒരു ചെറിയ സൂചിമുനയുടെ വേദനയിലൂടെ എങ്ങനെ ആന്തരികമായ ആനന്ദത്തിൻ്റെ സ്ഫോടനത്തിലേക്ക് എത്താമെന്ന് നാം തിരിച്ചറിഞ്ഞു. നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും വലിയ സത്യം എന്നത് കേന്ദ്രീകൃതമാകൽ എന്നതായിരുന്നു. അത് സമാധിയല്ല, മറിച്ച് സമാധിയിലേക്കുള്ള വാതിലാണെന്നും നമ്മൾ അറിഞ്ഞു. ഊർജത്തെ ചിതറാൻ അനുവദിക്കാതെ നാഭീകേന്ദ്രത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ ആ ബിന്ദുവിന് താങ്ങാൻ കഴിയാതെ ഒരു ആത്മീയ അണുവിസ്ഫോടനം സംഭവിക്കും. ആ സ്ഫോടനത്തിൽ നമ്മൾ ഇല്ലാതാവുകയും പ്രപഞ്ചം നമ്മളായി മാറുകയും ചെയ്യും. ഹിമശില സമുദ്രത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ നമ്മുടെ അഹന്തയുടെ ഈ മരവിപ്പുകൾ ഉരുകിത്തീരട്ടെ. വേദനയെ ആനന്ദമായും ചലനത്തെ നിശ്ചലതയായും സ്നേഹത്തെ ധ്യാനമായും മാറ്റുവാനുള്ള ഈ യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദിവ്യബോധത്തിൻ്റെ ഈ സംവാദം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു പ്രഭാതം വിരിയിക്കട്ടെ. സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം.